രാമക്ഷേത്രം, ഗ്യാൻവാപി, കത്വ കേശവ ക്ഷേത്രം, ഇതൊക്കെ ഇങ്ങനെയുള്ള പഴയ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ആ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുമ്പോൾ ശരിക്കും കേരളത്തിലുള്ള ചിലർ ശബരിമലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്നും ആ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും കിട്ടുമെന്നുമാണ് ആ പ്രസ്താവന. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകനും സുന്നി യുവജന സംഘം നേതാവുമായ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെയാണ് ഈ പ്രസ്താവന. ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രമായി മാറിയത് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. കോഴിക്കോട് കൈതപ്പൊയിലിലെ മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിഉൽ ഫുതൂഹിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്, അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് അമ്പലമായി മാറിയത്. ശൈവരുടെയും വൈശ്യരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും പല മതക്കാരുടെയും ആരാധനാലയങ്ങളെല്ലാം അത് മാറിയിട്ടുണ്ട്. ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയും അമ്മിക്കുട്ടിയും കലവും ചട്ടിയും പാത്രങ്ങളും അരിവാളും പഴയ ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും എല്ലാം കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ആരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് എന്നൊക്കെ പറഞ്ഞു വരാം. അതിനാലാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 1991 പാർലമെന്റ് നിയമം പാസാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻവാപി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്കാവില്ല. 17-ാം നൂറ്റാണ്ടിൽ ഔറംഗസേബാണ് ഗ്യാൻവാപി പള്ളി ഉണ്ടാക്കിയത്. 1991 ആരാധനാലയ സംരക്ഷണ നിയമം അനുസരിച്ച് 1974 ശേഷമുള്ള ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവവും മാറ്റാൻ പാടില്ല. ഗുരുവായൂരും ശബരിമലയും ഉൾപ്പെടെ എല്ലാറ്റിനും ഇത് ബാധകമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കേരള സർക്കാരിന് വളരെയധികം കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിവാദങ്ങൾ പലപ്പോഴും ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളെ ലംഘിക്കാൻ കേരള സർക്കാർ പലപ്പോഴും മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മണ്ഡലകാലമായിരിക്കും ഒരുപക്ഷെ വളരെയധികം സമാധാനപരമായി, പൂർണ്ണമായും സമാധാനപരമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും വളരെയധികം സമാധാനപരമായി ശബരിമലയിലെ വ്രത അനുഷ്ഠാന കാലം, മണ്ഡലകാലം ഒക്കെ കഴിഞ്ഞു പോയത് എന്ന് പറയാം. അതിന് 2 വർഷം മുൻപ് വരെ നമുക്കറിയാം ശബരിമലയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ അയോധ്യയിൽ, ഉത്തർപ്രദേശിൽ രാമക്ഷേത്രം വരുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പമില്ലെങ്കിൽ പോലും ഇവിടെയുള്ള കേരളത്തിലുള്ള മുസ്ലിങ്ങളാണ് പലപ്പോഴും പല വാദങ്ങളുമായി മുന്നോട്ട് വരികയും അവിടെ പലതരത്തിലുള്ള വിവാദങ്ങളും കുത്തിത്തിരിപ്പുകളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ആയിരിക്കാം ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രമെങ്കിൽ ഇവിടെ ഞങ്ങൾ ശബരിമലയ്ക്ക് മേലെ കയറും എന്ന ആ ഒരു മനോഭാവം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം വിലയിരുത്തുന്നത്. എന്തായാലും ഓരോ ക്ഷേത്രത്തിന് പിന്നിലും ഓരോ ചരിത്രമുണ്ടാകും, ഓരോ ഐതിഹ്യമുണ്ടാകും, ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ അത് ഏത് മതവിഭാഗത്തിൻ്റെതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ വികാരം വ്രണപ്പെടുത്താതെ തന്നെ അത് തിരിച്ചു നൽകാനും അല്ലെങ്കിൽ അവിടെ പകരം പുതിയൊരു ആരാധനാലയം പണിയാനുമുള്ള ആ ഒരു അവസ്ഥ, ആ ഒരു അവകാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ അത് നടപ്പിൽ വരുത്താനുള്ളത് ഈ പൊതുസമൂഹത്തിലുള്ള എല്ലാ നാനാജാതി മതസ്ഥരും ചേർന്ന് തന്നെ ചെയ്യണം. അതിനിപ്പോൾ ഹിന്ദുക്കളായാലും ശരി, മുസ്ലിങ്ങളായാലും ശരി, ക്രിസ്ത്യാനികളായാലും ശരി, ആരാധനാലയം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ഒരു വികാരം തന്നെയാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അവരവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. അതിന് പരിഹാരം കാണേണ്ടത് ഇത്തരത്തിലുള്ള വീണ്ടും വിചാരത്തിലൂടെയും അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിങ്ങിലൂടെയും ഒക്കെ ആയിരിക്കണം. എന്തായാലും ശബരിമലയുടെ പേരിൽ പുതിയ വിവാദവുമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തു വരുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ള ഹിന്ദുക്കൾ, കേരളത്തിലുള്ള മുസ്ലിങ്ങളെ പോലെ പ്രശ്നക്കാരല്ല, അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, എന്തും കേൾക്കുമ്പോൾ ചാടി പുറപ്പെടുന്നവരല്ല എന്ന് തന്നെയാണ്. എന്തായാലും ശബരിമലയും അയ്യപ്പനും അവിടെ സുരക്ഷിതരായിരിക്കട്ടെ. ശബരിമലയുടെ മുകളിലും അയ്യപ്പന്റെ മുകളിലും ആരും കയറാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഉത്തമമായ ഒരു തീരുമാനം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം ഈ ഒരു പ്രസ്താവനയുടെ മേൽ വെളിപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.